കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണല്ലോ ഈ കൂട്ടായ്മയിലേക്ക്. നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ പീഡാസഹന ക്രൂശ് മരണ ഉത്ഥാനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ ലഭിക്കുന്നു. വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നാം വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പ്രത്യുത്തരം നൽകുമ്പോൾ യേശു തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനും അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും എല്ലാം നാം പ്രാപ്തരായിത്തീരും. യോഹന്നാൻ 14-16 തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായനെ നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്ന്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും, യേശു നമ്മോട് പറയുകയാണ്, തൻ്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തില് അപ്പസ്തോലന്മാരോട് ഞാൻ സ്വർഗത്തിലേക്ക് പീഡകൾ സഹിച്ച് ക്രൂശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ അവർ ആകുലരും ഉത്കണ്ഠാകുലരുമാകുമ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ഒന്നും ചെയ്യേണ്ട. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അപ്പോൾ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ പിതാവ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്നേക്കുമായി നിങ്ങളോട് കൂടെ ഇരിക്കുന്ന സഹായകനാണ്. അവൻ നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവനാണ് എന്നിവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14:26 കടന്നു വരുമ്പോൾ നാം കാണുകയാണ്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മാത്രമാണ് നാം എല്ലാ ദൈവിക രഹസ്യങ്ങളും മനസ്സിലാക്കുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും അവയുടെ ആഴം മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും. നമുക്കറിയാം, അപ്പസ്തോലന്മാര് ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് വരെ അവർ യേശു പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുന്നതിനോ ഉൾക്കൊള്ളുന്നതിനോ അത് സ്വീകരിക്കുന്നതിനോ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനോ ഒന്നും അവർ പ്രാപ്തരായിരുന്നില്ല. 3.5 വർഷക്കാലം യേശുവിനോട് ചേർന്ന് നടന്നെങ്കിലും അവർക്ക് അതിനൊന്നുമുള്ള ശക്തി ഉണ്ടായില്ല. എന്നാൽ അവരുടെ മേൽ പെന്തക്കോസ്തയുടെ ദിനത്തില് അവരുടെ മേല് അപ്പോസ്തല പ്രവർത്തനം 1:4 കാണുന്നത് പോലെ യേശു അവരോട് പറഞ്ഞ ആ വാഗ്ദാനത്തെ കാത്തിരുന്ന് പെന്തക്കോസ്തയുടെ ദിനത്തിന് വേണ്ടി അവർ ആ അപ്പർ ഹോമിൽ കാത്തിരുന്നു. നമ്മളത് കാണുന്നുണ്ട്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. ഈ പിതാവിന്റെ വാഗ്ദാനം കാത്തുകൊണ്ട് അവരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് അപ്പർ ഹോമിൽ നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമായി അവരിലേക്ക് ഓരോരുത്തരുടെയും മേലും പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തില് അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? ആത്മാവ് കൊടുത്ത ഭാഷണപരം ഉപയോഗിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അവരുടെ തലയുടെ മുകളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് ഒരു നാവായിരുന്നു, തീയുടെ രൂപത്തിലുള്ള ഒരു നാവ്. അത് അവരുടെ നാവിനെയും അതരത്തെയും ചിന്തയെയും എല്ലാം ഈ പരിശുദ്ധാത്മാവ് അവരെ വിശദീകരിച്ചു, അവരെ ദൈവത്തിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു. സകല കാര്യങ്ങളെ കുറിച്ചും അവർ ജ്ഞാനവും അറിവുമുള്ളവരായി തീർന്നു. അവര് ആ ജ്ഞാനവും അറിവും സ്വീകരിച്ച് അവര് എത്രയും വേഗം ആ അപ്പസ്തോലന്മാര് പത്രോസിനോടൊപ്പം എഴുന്നേറ്റ് നിന്ന് അപ്പോൾ തന്നെ ആ യേശുവിന്റെ സുവിശേഷം അവിടെ കൂടിയിരുന്ന ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ജനത്തോട് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ അവിടുന്ന് നമ്മിലും ഈ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2 കൊറിന്തോസ് 1:22 കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവിടുന്ന് നമ്മൾ തന്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെയും
സ്ഥൈര്യ ലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ, ഈ സഹായകനെ നമുക്കും അവിടുന്ന് വാഗ്ദാന പ്രകാരം നൽകിയിരിക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നാം പലപ്പോഴും ഈ ബോധ്യങ്ങളില്ലാത്തത് കൊണ്ട് ഈ ആത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നിർവീര്യമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോമ 8:14 കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ഓരോരുത്തരും ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ആരായി മാറുന്നു? ദൈവപുത്രന്മാരായി മാറുന്നു. ഈ ദൈവപുത്രന്മാരായി മാറുന്ന നമ്മളിൽ നിന്ന് ഭയവും ഉത്കണ്ഠയും എല്ലാം മാറുകയാണ്. അടിമത്തത്തിന്റെ ആത്മാവല്ല ഇത്, നമ്മളെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ബന്ധനങ്ങളുടെയും കെട്ടുകളുടെയും അടിമയായിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ആത്മാവിന്റെ തുറവി നമ്മളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ആത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പുത്രന്റെ പദവിയിൽ യേശുക്രിസ്തുവിനോടൊപ്പം അവന്റെ പിതാവായ ദൈവത്തിന്റെ പുത്രന്മാരായി പുത്രിമാരായും നമ്മെ ഓരോരുത്തരെയും മാറ്റുകയും അങ്ങനെ പുത്രന്മാരുടെ സ്വാതന്ത്ര്യത്തോടെ അല്ലെ പുത്രിമാരുടെ സ്വാതന്ത്ര്യത്തോടെ പിതാവായ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലെ എൻ്റെ അപ്പൻ എല്ലാറ്റിന്റെയും ഉടയവനാണെന്നുള്ള ബോധ്യത്തോടെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആനന്ദത്തിൽ, ദൈവസ്നേഹത്തിന്റെ ആനന്ദത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മ പ്രാപ്തരായി തീരുകയാണ്. ഞാൻ ഓർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്താണ് ആദ്യമായി ഒരു നവീകരണ ധ്യാനത്തിൽ സംബന്ധിക്കുന്നത്. ആ ധ്യാനത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഒരാഴ്ചക്കാലം കോളേജിൽ പോകാതെ ഞാൻ ഈ ധ്യാനത്തിൽ സംബന്ധിച്ചു. ധ്യാനത്തിൽ കൂടുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ആയിരുന്നു. ആരോടും തുറന്നു സംസാരിക്കുവാനോ ഇടപെടുവാനോ ഒന്നും കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ കോളേജില് ഏറ്റവും പുറകിലായിട്ട് ഞാൻ ഇരിക്കും. ആരും എന്നെ കാണരുത്, പൊക്കം കുറവായിരുന്നത് കൊണ്ട് പുറകിലിരിക്കുമ്പോൾ ടീച്ചേഴ്സിന് തന്നെ എന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കില്ല. അതൊരു സൗകര്യമായി കരുതി ഞാൻ അവിടെ ഇരിക്കും. ഏതെങ്കിലും ടീച്ചർമാരെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഉത്തരം അറിയാമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ആ ഉത്തരം ആ ക്ലാസ്സിൽ ഒന്ന് പങ്കുവയ്ക്കുവാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. പേരെന്നാണെന്ന് ചോദിച്ചാൽ പോലും അതൊന്ന് എഴുന്നേറ്റ് നിന്ന് പറയുവാനുള്ള ഒരു ധൈര്യമില്ലാത്ത ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ഒക്കെ അടിമയായിരുന്നു. മറ്റുള്ളവരോട് കൂടുവാനോ എൻ്റെ സഹപാഠികളോട് സംസാരിക്കുവാനോ എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളുമായി ഇടപെടുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഞാൻ തീർത്തും ഉൾവലിഞ്ഞ് ഭയപ്പെട്ട് ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. ഈ ധ്യാനം കൂടി ഈ ധ്യാനത്തിലൂടെ എനിക്ക് വളരെ വ്യക്തമായ ഒരു പരിശുദ്ധാത്മാഭിഷേകം ആ പ്രാർത്ഥനയുടെ സമയത്ത് എന്നിലേക്ക് കടന്നു വരികയും അഭിഷേകം പ്രാപിക്കുകയും ചെയ്ത ഞാൻ പിന്നീട് ആ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഈ ഭയത്തിന്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിതനായി കഴിഞ്ഞിരുന്നു. എനിക്ക് എല്ലാവരോടും ഭയം കൂടാതെ സംസാരിക്കുവാനും ഇടപെടാനും എല്ലാം എനിക്ക് സാധിക്കുവാൻ തുടങ്ങി. എൻ്റെ അധ്യാപകരോട് സംസാരിക്കുന്നതിനോ എൻ്റെ ക്ലാസ്സിലും എൻ്റെ കോളേജിലുമുള്ള ആരോടും ഇടപെടുന്നതിനോ ഒന്നും എനിക്ക് ഭയമില്ലാതായി. ഞാനൊരു ധ്യാനം കൂടിയെന്നും ഈ ധ്യാനത്തിലൂടെ എന്നിൽ വലിയ മാറ്റവും വിശ്വാസ തീക്ഷ്ണയും ഉണ്ടായ ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും ഒക്കെ ധൈര്യമുള്ളവനായി തീർന്നു. വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിലെ നയിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, ഈ ആഴ്ചയിൽ കൂട്ടായ്മ നീ നയിക്കുക. ഞാൻ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ കൂട്ടായ്മയെ ലീഡ് ചെയ്യുവാനും ആ കൂട്ടായ്മയിൽ എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് കിട്ടിയ വചനം വായിച്ച് അതിനെ വ്യാഖ്യാനിക്കാനും എല്ലാം എനിക്ക് കഴിഞ്ഞു. അത് ആ കൂട്ടായ്മയിലുള്ളവർക്ക് ഒരു അനുഭവമായി മാറുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എല്ലാ ഭീരുത്വത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാണ്. 2 തിമോത്തിയോസ് 1:17 ഇത് തന്നെയാണ് പറയുന്നത്. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവാണ്.
ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വീണ്ടും എന്തുണ്ടാക്കുന്നു? ഈ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് ഉള്ള ഒരു ആത്മ നിയന്ത്രണം ഉണ്ടാകുന്നു. ആസക്തികളിൽ നിന്ന്, ജഡത്തിന്റെ ആസക്തി, ലോകത്തോടുള്ള ആസക്തി, അധികാരമോഹം, അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം, ഇങ്ങനെ ഈ ലോകവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൽ നിന്നും ഒരു വിരക്തി പ്രാപിക്കുവാനും നിത്യജീവനെയും സ്വർഗരാജ്യത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനും ഈ രക്ഷ എല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവരാജ്യത്തെ പങ്കുവയ്ക്കുവാനും പ്രാപ്തിയുള്ളവരായി നമ്മൾ മാറുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെയാണ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു തോന്നലോ ഒരു അനുഭവമോ ഒരു വികാരമോ ഒന്നുമല്ല. ഈ പരിശുദ്ധാത്മാവ് നമുക്കറിയാം ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവനും നമ്മൾ ഇടത്തേക്കും വലത്തേക്കും തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് കൃത്യമായി നമ്മളോട് പറയുന്നവനുമാണ് ഈ പരിശുദ്ധാത്മാവ്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് ഒന്ന് കാണാൻ പറ്റുമോ, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരാമോ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളുടെ വീടിന്റെ സമീപത്തുണ്ട്, ഞാൻ വരാം, ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അവിടെ നിന്ന് ഞാൻ വാഹനമെടുത്ത് ഈ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചു, നീ അവർ സംസാരിക്കുന്ന വിഷയങ്ങളോട് വളരെ സൂക്ഷിച്ചു വേണം ഉത്തരം പറയുവാനായിട്ട്. വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും എൻ്റെ സ്വരം കേട്ടും മാത്രമേ നീ പറയാമുള്ളൂ. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുദിന അനുഭവമാണ്. ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും എങ്ങനെ സംസാരിക്കണം, എപ്രകാരം സംസാരിക്കണമെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്നെ ഡയറക്റ്റ് ചെയ്യുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വന്തമല്ല, മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ഇതേ അനുഭവത്തിലും ശക്തിയിലും വളരുവാനായിട്ട് സാധിക്കും. വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഒരുവന് ക്രിസ്തുവിന്റെ അനുയായിയായി ജീവിക്കണമെങ്കിൽ എന്തുണ്ടാകണം? അവന്റെ സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്റെ ബലഹീനത കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വീണു പോകുന്നു, എനിക്ക് ആ പാപത്തിന്റെ ചെളിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല. ഇതിന്റെയൊക്കെ യഥാർത്ഥമായ കാരണം നമ്മളിൽ ഈ ആത്മാവിന്റെ നിറമില്ല എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. വിശുദ്ധ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പകരപ്പെട്ട ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഈ ആത്മാവിന്റെ സ്വരത്തിന് കാത് കൊടുക്കാത്തത് കൊണ്ടും ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കിയിരിക്കുന്നത് കൊണ്ടുമൊക്കെ എന്ത് പറ്റുന്നു? ഈ ആത്മാവിന്റെ ആ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ കണ്ടു, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചു, യേശു ഈ ആത്മാവ് നമ്മുടെ സഹായകനാണെന്നും ഇവനെ നമുക്ക് ആവശ്യമാണെന്നും യേശു പഠിപ്പിച്ചു. ആദിമ അപ്പസ്തോലന്മാരും ആദിമസഭയും ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് ശക്തമായി നിൽക്കുവാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനും നിത്യജീവനെ ലക്ഷ്യമാക്കി ഓടുവാനുമായിട്ട് സാധിച്ചു എന്നെല്ലാം നാം കണ്ടു. ഇനിയും നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലേക്ക് കടന്നു വന്ന് ചിന്തിക്കാം. ഈ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ സഭ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഒരുവന് സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ തിരുവചനം പറയുകയാണ്, ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ വിശ്വാസം എന്ന പുണ്യത്തിൽ വളരുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഒരു വിശ്വാസി ആയിരിക്കണമെങ്കിൽ, യഥാർത്ഥമായ ഒരു ക്രൈസ്തവ വിശ്വാസിയാകണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ഓരോരുത്തർക്കും യഥാർത്ഥത്തിൽ യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകാതെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാനും ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കുകയില്ല എന്ന് ഈ CCC നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളെ പോലെയും പരിശോധിക്കുന്നു. ദൈവാത്മാവില്ലാതെ മറ്റാരും ദൈവത്തിന്റെ ചിന്തകളെ ഗ്രഹിക്കുന്നില്ല. അതെ, ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും ദൈവത്തിന്റെ ചിന്തകളെ ഗ്രഹിക്കുവാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് മനുഷ്യ മക്കളുടെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെ എനിക്ക് രക്ഷ നേടാമെന്നും മറ്റുള്ളവർക്ക്
ഈ രക്ഷ എങ്ങനെ പകർന്നു കൊടുക്കുവാമെന്നും നമ്മെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും ആരാണ്? പരിശുദ്ധാത്മാവാണ് എന്നിവിടെ പറയുകയാണ്. വീണ്ടും ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയുവാൻ കഴിയൂ. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കാരണം അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ദൈവമായത് കൊണ്ട് പിതാവിനോടും പുത്രനോടും സമനായ ദൈവമാണ് പരിശുദ്ധാത്മാവെന്നും അതുകൊണ്ട് നാം ഈ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണമെന്നും ഇവിടെ നമ്മെ CCC നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിലാണ് നാം സഭ വിശ്വസിക്കുന്നതും സഭാധനയരായ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നതുമെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും CCC 683 വരുമ്പോൾ ഇവിടെ വീണ്ടും കൂടുതൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുവാണ് രക്ഷകനെന്ന്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ച് അവൻ എന്നെ രക്ഷിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കുവാനോ ഏറ്റുപറയുവാനോ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പരിശുദ്ധാത്മാവ് വേണമെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവം യേശുക്രിസ്തു അയച്ചിരിക്കുന്ന പുത്രന്റെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ, സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തെ എൻ്റെ അപ്പനാണ് എന്ന് അംഗീകരിക്കുവാനും ആ അപ്പനെ എൻ്റെ ഹിതം എന്തെന്നറിഞ്ഞ് നല്ല സ്നേഹിക്കുന്ന പിതാവാണ് അവിടുന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നു. വിശ്വാസത്തിന്റെ ഈ അറിവ് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. വിശ്വാസത്തിന്റെ അറിവ് എന്ന് പറയുന്നത് നമ്മൾ സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിനോടാണ്. ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടവരായിരിക്കണം. അതായത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ സഹായിക്കുന്നതും വിശ്വാസത്തിൽ നമ്മെ വളർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അവിടുന്ന് നമ്മിൽ വരികയും നമ്മിൽ വിശ്വാസത്തിന്റെ ദീപം തെളിക്കുകയും ചെയ്യുന്നു. സഭയിൽ നാം സ്വീകരിച്ച വിശ്വാസത്തിന്റെ ഒന്നാമത്തെ കൂദാശയായ മാമുദീസ വഴി പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പുത്രനിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതുമായ ജീവനെ അപകാഠമായും വ്യക്തിപരമായും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നു തരുന്നു എന്ന് പറയുന്നു. അതെ, ദൈവിക ജീവൻ നമ്മളിലേക്ക് വ്യക്തിപരമായി ഈ പരിശുദ്ധാത്മാവ് പകർന്നു തരികയാണ്. ഒരുവനിൽ ദൈവിക ജീവൻ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഈ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ദൈവിക ജീവനിലേക്ക് വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ആത്മാവ് കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ആത്മാവിനോട് ചേർന്നുള്ള ജീവിതമാണ് ആനന്ദത്തിന്റെയും പ്രത്യാശയുടേതുമായ ജീവിതം. റോമർ 5:5 അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇവിടെ തിരുവചനം നമ്മോട് പറയുകയാണ്, നമ്മളിലുള്ള പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവസ്നേഹമാണ് എന്ന് പറയുന്നു. അതായത് പ്രിയമുള്ള സഹോദരങ്ങളെ, നിരാശയുടെയും ഉത്കണ്ഠയുടേതുമായ ജീവിതത്തിൽ നിന്ന് മാറി പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയുമായി ജീവിതം നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം നമ്മളിൽ ഉണ്ടാകണം. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് മാത്രമേ നമ്മെ ദൈവമക്കളായി ജീവിക്കുവാനായിട്ട് സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കോ ശക്തിക്കോ മറ്റെന്തെങ്കിലുമോ ഒരുവനെ ദൈവഹിത പ്രകാരമുള്ള ജീവിതം ഈ ലോകത്തിൽ നയിച്ച് നിത്യജീവനും സ്വർഗരാജ്യവും ലക്ഷ്യമാക്കി ജീവിക്കുവാൻ പ്രാപ്തനാക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ്, നമ്മളിപ്പോൾ കടന്നുപോയ ചിന്തകളിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ പരിശുദ്ധാത്മാവ് സജീവമായാൽ മാത്രമേ വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ സജീവ വിശ്വാസം, പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമാകുവാൻ നാം എന്തു ചെയ്യണമെന്ന് ഇനി നമുക്ക് അല്പസമയം ചിന്തിക്കാം. അതിനൊന്നാമതായി നമുക്ക് വേണ്ടത് പശ്ചാത്താപമാണ്. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തില് 2-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും.
വിശുദ്ധ പത്രോസ് 11 അപ്പസ്തോലന്മാരോട് ഒപ്പം എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തു, നിങ്ങൾ ക്രൂശി തറച്ച് കൊന്നവനായ യേശുക്രിസ്തു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനാണെന്നും അവനിൽ വിശ്വസിച്ച് നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും പ്രസംഗിച്ചപ്പോൾ ജനം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? പത്രോസ് വളരെ അസന്നിഗ്ധമായി പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവിൻ. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ മാമോദീസ സ്വീകരിച്ചവരാണ്. പാപമോചനത്തിന്റെ മാമോദീസയിലൂടെ നമ്മൾ പാപമോചനം നേടിയവരാണ്. എന്നാൽ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം പാപത്തിന്റെ അവസ്ഥകളിലൂടെ നാം കടന്നു പോവുകയും ചെറുതും വലുതുമായ പല പാപങ്ങളിലും വീഴുകയും ചെയ്യുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം? പാപത്തിൽ വീഴുന്നവര് എന്നും ആത്മശോധന നടത്തി പാപങ്ങളെ കുറിച്ച് അനുദപിക്കുകയും അടിക്കടി കുമ്പസാരിച്ച് പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? ഈ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ലഭിക്കുന്നു. ഈ ദാനം, ദൈവത്തിന്റെ സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അത് സൗജന്യ ദാനമാണ്. അത് സൗജന്യമായി ലഭിക്കുന്നതാണ് എന്ന് കരുതി അത് വിലയില്ലാത്ത ഒന്നല്ല. യേശുക്രിസ്തുവിന്റെ ജീവരക്തത്തിന്റെ വിലയായിട്ടാണ് മാനവകുലത്തിന്റെ മേല് എന്നേക്കുമായി പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടത്. ഈ പരിശുദ്ധാത്മാവ് എല്ലാ കാലവും ഭൂമിയുടെ ആരംഭം മുതൽ ഭൂമിയുടെ അവസാനം വരെയും ദൈവം ലോകത്തെ നയിക്കുവാനും സംരക്ഷിക്കുവാനായി ദൈവം നൽകിയിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ നാം ആഴമായ പശ്ചാത്താപവും പാപബോധവും നമുക്കുണ്ടാകണം. രണ്ടാമതായി നാം എന്ത് ചെയ്യണം? ചോദിക്കണം. ചോദിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. യേശു വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്, ചോദിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തില് 13-ാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പിതാവാണ് ദൈവമെങ്കിൽ നല്ലവനായ അവിടുന്ന്, സ്വർഗസ്ഥനായ ദൈവം എത്ര അധികമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ നൽകുക എന്ന് പറയുകയാണ്. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ഈ നല്ല ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം എന്ത് ചെയ്യണം? നാം ചോദിക്കണം. നാം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഇന്ന് ചോദിച്ചു, നാളെ ചോദിച്ചു, ഒരു വ്യത്യാസവും ഉണ്ടായില്ല എന്ന് കരുതി നമ്മൾ നിർത്തരുത്. നമ്മൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കണം. അതാണല്ലോ യേശു ഉപമയിലൂടെയൊക്കെ നമ്മൾ പറയുന്നത്. ദുഷ്ടനായ ന്യായാധിപന്റെ അടുത്ത് ചെല്ലുന്ന വിധവയുടെ ഉപമയിലൊക്കെ യേശു നമ്മളോട് ഇത് പറയുന്നുണ്ട്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിരന്തരമായ ചോദിക്കൽ മൂലം അവനിലേക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുമെന്ന്. അപ്പോൾ അതേപോലെ നാമും ചോദിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമതായി, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. റോമർ 10:12 യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേല് അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. അതെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ തിരിച്ചു വ്യത്യാസങ്ങളൊന്നുമില്ല. ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെയോ, ദരിദ്രനെന്നോ സമ്പന്നനെന്നോ, വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ ഇതൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ പക്ഷാപാതങ്ങളില്ല. ദൈവം ഒന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നീ ചോദിക്കുന്നുണ്ടോ? നീ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ? ആത്മാവിന് വേണ്ടി നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കണ്ണുനീരോടെ, കർത്താവേ നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ വർഷിക്കപ്പെടണമേ എന്ന് യാചിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേലും വർഷിക്കപ്പെടുകയാണ്. ഞാൻ ഓർക്കുകയാണ്, അമേരിക്കയിലെ ഒരു ജയിലിൽ ജീവിതാന്ത്യം വരെ, മരണം വരെ ജയിൽ തടവിന് വേണ്ടി വിധിക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ മകനെ കാണണമെന്ന് ആഗ്രഹിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന് തൻ്റെ ഏതോ താൻ കാണുവാൻ വന്ന ഒരു വ്യക്തി കൊടുത്ത ബൈബിൾ തുറന്ന് അവൻ വായിക്കുവാനായിട്ട് ആരംഭിച്ചു. നിങ്ങളുടെ സഹോദരങ്ങളെ, ആ ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ അവസാന കാഹളധ്വനി മുഴങ്ങുന്നു എന്ന വചനമാണ് അവന് കിട്ടിയത്. അവൻ ചോദിച്ചതൊന്നുമല്ല അവന് കിട്ടിയത്. എന്നാൽ ആ മകനിൽ ആ വചന വായന മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു. അവൻ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നു. ആ ജയില് മുഴുവൻ ആ വേറെ വ്യക്തിയിലൂടെ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു.
കുപ്രസിദ്ധ കുറ്റവാളികളെ മാത്രം അമേരിക്കയിൽ സൂക്ഷിച്ചിരുന്ന ആ ജയിലറയിൽ നിന്ന് ലാസ്റ്റ് ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് രൂപപ്പെടുകയും അങ്ങനെ ആ അനേകം കുറ്റവാളികൾ മാനസാന്തരപ്പെടുകയും ഇന്ന് ലോകത്ത് വചനം പ്രസംഗിക്കുന്ന അനേക അൽമായര് ആ ജയിലറയിൽ നിന്ന് പുറത്തു വന്ന സുവിശേഷകരായി മാറിയ വ്യക്തികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ, പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. 4, നമ്മുടെ കൈവെപ്പ് വഴി പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവ്. പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരത്തെ നാം അവഗണിക്കരുത്. 1 തിമോത്തിയോസ് 4:4. എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ നാം അവഗണിക്കരുത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത് കൊടുക്കുന്നവരായിരിക്കണം. അവൻ എന്ത് പറയുന്നു? നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത് കൊടുക്കുന്നവരാകണം. ഒരു നിസാര കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മളത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട്, നമ്മൾ അറിയാം, അടുക്കളയിൽ ഒരു കഞ്ഞിയോ കറിയോ വെക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും രുചിയും നല്ലതുമായ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. എന്നും നമ്മൾ ചേർക്കുന്ന കൂട്ടുകൾ മാത്രം ചേർത്താണ് ഇന്നും കറി ഉണ്ടാക്കുന്നത്. എന്നാൽ ആത്മാവിനോട് ചേർന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ആത്മാവിനെ നമ്മുടെ സന്തത സഹചാരിയായി സ്വീകരിച്ച് അവനെ ഒരിക്കലും അവഗണിച്ചു കളയാതിരിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീകരം വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. 2 തിമോത്തി 1:6. തിമോത്തിയോസിനോട് വീണ്ടും അപ്പോസ്തലൻ 2-ാമത്തെ ലേഖനത്തിൽ ബോധിപ്പിക്കുകയാണ്, തിമോത്തി, ഞാൻ നിനക്ക് കൈവെപ്പിലൂടെ പകർന്നു തന്ന ഈ പരിശുദ്ധാത്മാഭിഷേകത്തെ എന്ത് ചെയ്യണം? നീ ജ്വലിപ്പിക്കണം. എപ്പോഴും പ്രാർത്ഥനയാകുന്ന വിറക് നമ്മുടെ പരിശുദ്ധാത്മാവാകുന്ന അടുപ്പിലിട്ട് നാം ജ്വലിപ്പിക്കണം. ഇതിനെ കത്തിക്കണം, ആളി കത്തിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ ആളിക്കത്തിക്കണം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇത് കാണുന്നുണ്ട്. പെന്തക്കോസ്തയിൽ അപ്പസ്തോല അഭിഷേകം പ്രാപിച്ച അപ്പസ്തോലന്മാർ വീണ്ടും 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 30-31 വചനത്തിൽ നാം കാണുന്നുണ്ട്. വീണ്ടും അവർ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ അവരുടെ മേൽ അവർ കൂടിയിരുന്ന ഭാനം കുലുങ്ങുമാർ പരിശുദ്ധാത്മാവ് വീണ്ടും അവരുടെ മേൽ ഇറങ്ങി വരുന്നതും നമുക്ക് കാണുന്നുണ്ട്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 19:6-7 തിരുവചനങ്ങൾ പറയുകയാണ്, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വെറുതെ അല്ല വരുന്നത്. അവന്റെ എല്ലാ സമർത്ഥതയും, ദാനങ്ങൾ, വരങ്ങൾ, അഭിഷേകം, കൃപ, അങ്ങനെ സമ്പത്തുകൾ, സ്വർഗത്തിന്റെ സകല സമ്പത്തുകളുമായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നു. വീണ്ടും 5-ാമതായിട്ട് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. അതെ, ദാഹമുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ കിട്ടിയേ തീരൂ എന്നുള്ള ഒരു വലിയ ദാഹം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുന്നത്. യോഹന്നാൻ 7:37 നമുക്കറിയാം, തിരുനാളിൽ ബലിയർപ്പിച്ച് ഒരു ആത്മീയ സന്തോഷവും ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന ജനത്തെ ദേവാലയത്തിൽ വെച്ച് കാണുന്ന യേശു അവരോട് വിളിച്ചു പറയുകയാണ്, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തില് വൻ ജനാബലി കടന്നു വന്ന് ആയിരക്കണക്കിന് ആടുകളെയും പശുക്കളെയും മൃഗങ്ങളെയും ബലിയർപ്പിച്ച് കടന്നു പോകുന്ന ജനത്തിന് അവര് ആനന്ദം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവോ ആനന്ദമോ ലഭിക്കുന്നില്ല എന്ന് കണ്ട യേശു വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അതേ, അപ്പസ്തലന്മാർ പറയുകയാണ്, അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണെന്ന്. നമുക്കറിയാം, ഈ ആത്മാവ് അവരിലേക്ക് കടന്നു വന്നതും പ്രവർത്തിച്ചതുമൊക്കെ കാണുകയാണ്. യേശു ഇന്ന് ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്, പ്രിയ സഹോദര സഹോദരി, കടന്നു വന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുക, നിനക്ക് ഞാൻ ഈ ആത്മാവിനെ നൽകാം. വെളിപാട് 12:27 ഇത് തന്നെയാണ് പറയുന്നത്, ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കുടിക്കുവാനായി കൊടുക്കുന്നു. നമുക്ക് ദാഹമുണ്ടെങ്കിൽ, തീർച്ചയായും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ദാഹമുണ്ടെങ്കിൽ, ഒരു വിളിച്ചപേക്ഷിക്കലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. 1 തെസ്സലോനി 5:19 നാം കാണുകയാണ്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നമ്മൾ വീണ്ടും വീണ്ടും നമ്മെ സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്,
പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യരുത്. ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ആയിരിക്കണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. വിശുദ്ധ മാമുദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം നമ്മെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുകയും അതിന്റെ ആചാരമായി ഈ ആത്മാവിനെ നമ്മുടെ പകരപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ആഴമായ ബോധ്യത്തോടെ വേണം നാം ഓരോരുത്തരും ജീവിക്കുവാൻ. ആ ബോധ്യമില്ലാതെ നാം ജീവിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മളെ നിർവീര്യമാക്കപ്പെടുകയും നമ്മൾ വീണ്ടും ഈ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എഫേസ്യർ 4:30 ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ ഓരോരുത്തരെയും ഈ രക്ഷയുടെ അനുഭവത്തിൽ വളരുവാൻ സാധിക്കുന്നതും നിത്യരക്ഷ സ്വന്തമാക്കുവാൻ പ്രാപ്തരാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകരുത്. ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഞാനൊരു ശരീരമാണ്, എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നാണ് എങ്കിൽ നാം ഇന്ന് മുതൽ ചിന്തിക്കേണ്ടത് ഞാനൊരു ആത്മാവാണ്. ആത്മാവിന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു വാസസ്ഥലം മാത്രമാണ് ഈ ശരീരം. മൺപാത്രമായ നമ്മുടെ ശരീരത്തിൽ ദൈവം തൻ്റെ അമൂല്യ നിധിയായ പരിശുദ്ധാത്മാവിനെ വർഷിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടിയ ജീവിതമായിരിക്കണം നാം ഓരോരുത്തരും നയിക്കേണ്ടത്. അതിനുള്ള കൃപാപരവും ശക്തിയും നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നാളിതുവരെയും നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിച്ചുവോ അതിൽ നിന്നൊന്ന് മാറി ജീവിക്കാൻ, ആത്മാവിന് വേണ്ടി നമ്മുടെ കണ്ണും കാതും സ്വരവും സമയവും അധ്വാനങ്ങളും സമർപ്പിച്ച് ആത്മാവിന് സമർപ്പിച്ച് ജീവിക്കുവാനായിട്ട്, ദൈവരാജ്യം എന്ന നിത്യരക്ഷ എന്ന ആ ലക്ഷ്യം സ്വന്തമാക്കുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. ഈ രക്ഷ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവ് ഏറ്റവും അടുത്ത സഹായകനും ഏറ്റവും അത്യാവശ്യമുള്ളവനുമാണ്. ഈ ബോധ്യത്തോടെ ഈ ദൈവത്തിന്റെ വ്യക്തിപരമായ സമ്പത്ത്, ദൈവം നമുക്കായി നൽകുന്ന ഈ വ്യക്തിപരമായ സമ്പത്ത് ഞാനാകുന്ന മൺകൂടാരത്തിലേക്ക് വർഷിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവന്റെ പരിശുദ്ധാത്മാവിന്റെ സമ്പത്ത് നമ്മുടെ മേൽ ഓരോരുത്തരെയും വർഷിക്കുകയും ചെയ്യപ്പെടട്ടെ. നാം ഓരോരുത്തരും ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും പുതിയ പെന്തക്കോസ്തയുടെ അനുഭവത്തിൽ ഇന്നു മുതൽ പുതിയ ജീവനും പ്രത്യാശയും ഉള്ളവരായി തീരുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.